ഇന്ന് പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിൻ്റെ രണ്ടാമത്തെ തിങ്കളാഴ്ച രാവാണ്. നാളെ തിങ്കളാഴ്ച ദുൽഹിജ്ജ 14. അതോടൊപ്പം തന്നെ ഇന്ന് പവിത്രതകളേറെ നിറഞ്ഞ പെരുന്നാൾ അവസാനത്തെ ദിവസം, 4ാമത്തെ പെരുന്നാളാണ്. ഈ രണ്ട് കാര്യവും ഒന്നിച്ചു വന്ന ഈ അസുലഭ മുഹൂർത്തത്തിൽ നമ്മൾ പറയേണ്ടതും ശ്രദ്ധിക്കേണ്ടതുമായ ചില കാര്യങ്ങളാണ് സൂചിപ്പിക്കുന്നത്. അവസാനം വരെ കാണുക. പല ആളുകളും ദുആ വസിയത്ത് കമൻ്റായി എഴുതാറുണ്ട്, നേരിട്ട് ഫോണിൽ വിളിച്ച് പറയാറുണ്ട്, അല്ലാതെ കണ്ട് പറയാറുള്ള ഒരു കാര്യമാണ്, ഉസ്താദേ മക്കളില്ല, മക്കളുണ്ട് പക്ഷേ അവർ പറഞ്ഞിട്ട് അനുസരിക്കുന്നില്ല, മക്കളുണ്ട് അവരുടെ ജോലിയുടെ കാര്യം ശരിയാകുന്നില്ല, വിവാഹത്തിൻ്റെ കാര്യം ശരിയാകുന്നില്ല, മക്കൾ പരീക്ഷ എഴുതുമ്പോൾ ഭയങ്കര പേടിയാണ്, പരീക്ഷകളിലൊക്കെ പരാജയപ്പെടുകയാണ്, എന്താണൊരു സൊല്യൂഷൻ ചോദിക്കുന്ന ഒരുപാട് പേരുണ്ട്. എല്ലാവർക്കും ഒരൊറ്റ സൊല്യൂഷൻ പറഞ്ഞു തരാം. ഒരു ചെറിയ ദുആയാണ്. ഈ ദുആ എപ്പോഴാണ് പറയേണ്ടത്, എങ്ങനെയാണ് പറയേണ്ടത്, ഇതിൻ്റെ അർത്ഥം എന്താണ്? നാളെ തിങ്കളാഴ്ച ദിവസം നമുക്കറിയാം, തിങ്കളാഴ്ച സുന്നത്ത് നോമ്പ് പിടിക്കുന്നവരാണ് നമ്മളിൽ ഭൂരിഭാഗം ആളുകളും. അൽഹംദുലില്ലാ, അല്ലാഹു തആല അത് നിലനിർത്താനുള്ള തൗഫീക്ക് നൽകട്ടെ. നാളെ നമ്മൾ സുന്നത്തായി നോമ്പ് പിടിക്കുകയാണെങ്കിൽ 3 നിയ്യത്തുകൾ നമുക്ക് വെക്കാം. ഏതൊക്കെയാണ് ആ 3 നിയ്യത്ത്? പല ഉമ്മമാരും കമൻറ്റിൽ ചോദിക്കുന്നുണ്ട്, ഉസ്താദ് ഈ അയ്യാമുൽ ബീളിൻ്റെ നോമ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതേത് ദിവസമാണ് പിടിക്കേണ്ടത്, ആ നോമ്പ് പിടിച്ചാൽ വലിയ കൂലിയുമുണ്ടോ എന്നുള്ള ചില സംശയങ്ങൾ ചോദിക്കാറുണ്ട്. എന്താണ് അയ്യാമുൽ ബീൾ, ആ ദിവസങ്ങൾ ഏതൊക്കെയാണ്? വിശാലമായ ചർച്ച ഈ വീഡിയോയിൽ കേൾക്കാം. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. സ്നേഹ ആദരവുകൾ നിറഞ്ഞ മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നമ്മളോട് ബന്ധപ്പെട്ട എല്ലാവർക്കും ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം സന്തോഷത്തോടു കൂടി സ്വർഗ്ഗത്തിൽ ഒരുമിക്കാനുള്ള മഹാഭാഗ്യം എല്ലാവർക്കും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെയൊക്കെ വലിയ പ്രയാസങ്ങൾ, ഒരുപാട് പ്രശ്നങ്ങൾ, ഒരുപാട് രോഗങ്ങൾ, സങ്കടങ്ങൾ, എന്തെല്ലാം പ്രതിസന്ധികളുണ്ടോ എല്ലാം അല്ലാഹു തആല മാറ്റി സുഖവും സന്തോഷവും സമാധാനവും റാഹത്തും ഇസ്സത്തും നമുക്കെല്ലാവർക്കും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മരണപ്പെട്ടു പോയവർക്ക് അല്ലാഹു മഗ്ഫിറത്ത് നൽകട്ടെ, ആമീൻ. ഇന്ന് പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിൻ്റെ 2ാമത്തെ തിങ്കളാഴ്ച രാവാണ്. ഇന്ന് 2ാമത്തെ തിങ്കളാഴ്ച രാവും അതോടൊപ്പം തന്നെ പുണ്യമായ ബലിപെരുന്നാളിൻ്റെ 4ാം പെരുന്നാൾ ദിവസവുമാണ്. 4ാം പെരുന്നാളാണ്. ഇന്ന് മഗ്‌രിബോട് കൂടി പെരുന്നാൾ എന്ന ആ ഒരു സുദിനം അവസാനിക്കുകയാണ്. ഇന്ന് ദുൽഹിജ്ജ മാസം 13 ദുൽഹിജ്ജ 13 അയ്യാമു തശ്രീഖിൻ്റെ ദിവസമാണ്. പരിപാവനമായ ദുൽഹിജ്ജ മാസത്തിൻ്റെ 2ാമത്തെ തിങ്കളാഴ്ച രാവുമാണ്. ഒരുപാട് ശ്രേഷ്ഠതകൾ നിറഞ്ഞ ഒരു സമയങ്ങളിലൂടെയാണ് നമ്മൾ പോകുന്നത്. ഹാജിമാർ അവർ വിദാഇൻ്റെ തൊവാഫെല്ലാം ചെയ്ത് മക്കയിൽ നിന്നും തിരിച്ച് നാട്ടിലേക്ക് അവർ ഫ്ലൈറ്റ് കയറുന്ന ദിനങ്ങളാണ് ഇനി വരാനുള്ളത്. പിന്നെ മദീനയിൽ പോയിട്ടില്ലാത്ത ആളുകൾ മദീനയിലേക്ക് പോയി അവിടെ നബി തങ്ങളെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സിയാറത്ത് ചെയ്തവർ സിയാറത്തെല്ലാം കഴിഞ്ഞ് ജിദ്ദയിൽ വന്ന് നാട്ടിലേക്ക് വരുന്ന ദിനങ്ങളാണ് ഇനിയുള്ളത്. മാത്രമല്ല, ഇന്ന് മഗ്‌രിബോടുകൂടി ഉളഹിയ്യത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അവസാനിക്കുകയാണ്. ഇന്ന് മഗ്‌രിബ് കഴിഞ്ഞ് അല്ലെങ്കിൽ നാളെ ഉളഹിയ്യത്ത് അറുത്താൽ അറുക്കൽ ശരിയാവില്ല. ഇന്ന് 4ാം പെരുന്നാളാണ്, അയ്യാമു തശ്രീഖിൻ്റെ ദിവസമാണ്, ദുൽഹിജ്ജ 13. ഇന്നത്തെ മഗ്‌രിബിന് മുമ്പ് ഉളഹിയ്യത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കൊടുക്കലും അതുപോലെ അറുക്കലും വിതരണം ചെയ്യലും എല്ലാം നമ്മൾ തീർക്കേണ്ട ബാധ്യത നമുക്കുണ്ട്. മാത്രമല്ല, ഇനി ചിലപ്പോൾ ദൂരെയുള്ള ആളുകളാണ്, അവർക്ക് കൊടുക്കാൻ പറ്റിയില്ല എങ്കിൽ നമുക്കത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിട്ട് നാളെയോ മറ്റന്നാളോ ഒക്കെ കൊടുത്താലും കുഴപ്പമില്ല. പക്ഷേ ആ ഒരു അറവിൻ്റെ കാര്യം അതൊക്കെ നമ്മൾ ഇന്ന് മഗ്‌രിബിന് മുമ്പ് തന്നെ തീർക്കൽ അത്യാവശ്യമാണ്. ആ കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ആദ്യം നമുക്ക് ചർച്ച ചെയ്യേണ്ടത് ഇന്ന് ദുൽഹിജ്ജ മാസത്തിൻ്റെ 2ാമത്തെ തിങ്കളാഴ്ച രാവാണ്. തിങ്കളാഴ്ച രാവിൻ്റെ മഹത്വവും ശ്രേഷ്ഠതയൊക്കെ നമ്മൾ കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ പഠിച്ചിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുന്നത്ത് നോമ്പ് പിടിച്ചിരുന്നതിൽ വളരെയധികം ഗൗരവം കൊടുത്തിട്ടുള്ള ഒരു ദിവസമാണ് തിങ്കളാഴ്ച ദിവസത്തെ നോമ്പ് എന്നുള്ളത്. നബി തങ്ങൾ അതിൻ്റെ കാരണം പറഞ്ഞത് അന വുലിത്ത ഫീ, ഞാൻ ആ ദിവസത്തിലാണ് ജനിച്ചത്. ക്രിസ്താബ്ദം 571 ഏപ്രിൽ 21 തിങ്കളാഴ്ച സുബഹിയോടടുത്ത സമയത്താണ് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ചത്, ഭൂജാതനായത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട
അതുപോലെ തന്നെ നരകത്തിൻ്റെ അദാബുകൾ നരക അവകാശികൾക്ക് കുറച്ചു കൊടുക്കുന്ന, സ്വർഗത്തിൻ്റെ 8 കവാടങ്ങളും മലർക്ക തുറക്കപ്പെടുന്ന ഒരു പുണ്യമായ ദിവസമാണ് തിങ്കളാഴ്ച ദിവസം. ഏത് നല്ല കാര്യവും തുടങ്ങിയാൽ ഖൈറുണ്ടാകുന്ന ഒരു ദിവസം കൂടിയാണ് തിങ്കളാഴ്ച ദിവസം. യാത്ര പോവാൻ ഏറ്റവും നല്ല ഒരു ദിവസമാണ് തിങ്കളാഴ്ച ദിവസം. പുതിയ വസ്ത്രം ധരിക്കാൻ, അത് വാങ്ങാനൊക്കെ ഏറ്റവും നല്ല ഒരു ദിവസമാണ് തിങ്കളാഴ്ച ദിവസം. അതുപോലെ നമ്മുടെ അമലുകൾ അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് ഉയർത്തപ്പെടുന്ന ഒരു ദിവസം കൂടിയാണ് തിങ്കളാഴ്ച ദിവസം. ഇങ്ങനെ ഒരുപാട് മഹത്വങ്ങളാണ്, ഒരുപാട് ശ്രേഷ്ഠതകളാണ് തിങ്കളാഴ്ച ദിവസത്തിനുള്ളത്. തിങ്കളാഴ്ച ദിവസവും വ്യാഴാഴ്ച ദിവസവും സുന്നത്ത് നോമ്പുണ്ട്. ആഴ്ചയിൽ നമ്മൾ 2 ദിവസം നോമ്പ് പിടിക്കാറുണ്ട്. ഈ 2 നോമ്പിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ളത് തിങ്കളാഴ്ച ദിവസത്തിൻ്റെ നോമ്പിലാണ്. മാത്രമല്ല സ്വലാത്തുകൾ പരമാവധി നമ്മൾ വർദ്ധിപ്പിക്കേണ്ട ഒരു ദിവസം കൂടിയാണ് ഈ തിങ്കളാഴ്ച ദിവസമെന്ന് മഹാന്മാരായ ഉലമാക്കൾ അവരുടെ കിതാബുകളിലൊക്കെ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് ദുൽഹിജ്ജ മാസത്തിൻ്റെ 2ാമത്തെ തിങ്കളാഴ്ച രാവാണ്. ഇന്ന് മഗ്‌രിബോട് കൂടി നമ്മൾ ഒരുപാട് ദിക്റുകളും പ്രത്യേകിച്ച് സ്വലാത്തുകൾ, അറിയാവുന്ന സ്വലാത്തുകൾ, ദുആകളൊക്കെ നമ്മൾ വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. പല ആളുകളും ചോദിക്കും, ഉസ്താദേ, ഒരുപാട് പേര് പരാതി പറയുന്ന ഒരു കാര്യമാണ്, ഉസ്താദേ, ഞങ്ങളുടെ മക്കൾ പറഞ്ഞിട്ട് അനുസരിക്കുന്നില്ല. മക്കൾ സ്വാലിഹീങ്ങളാവാൻ ദ്വാരക്കാൻ പറ്റുമോ? അതെങ്ങനെയാണ് ദ്വാരക്കേണ്ടത്? അതുപോലെ തന്നെ മക്കളില്ലാത്തവർ ഒരു ഭാഗത്ത് വിഷമിക്കുന്നു, മക്കളില്ലാതെ വിഷമിക്കുന്നു. മക്കളുള്ള ആളുകൾ ആ മക്കളുടെ ഇടങ്ങേറ് കൊണ്ട് വിഷമിക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ മക്കളുടെ പഠനത്തിൽ ബറക്കത്തുണ്ടാവണം, ഓർമ്മശക്തി നിലനിൽക്കുന്നില്ല, ഉസ്താദ് എന്താണ് പറയേണ്ടത്, ചെയ്യേണ്ടത്, ദ്വാരക്കേണ്ടത്? മക്കൾക്ക് പരീക്ഷ പേടിയാണ്. MBBS പഠിക്കുന്ന ഒരു കുട്ടിയുടെ പിതാവ് പ്രത്യേകം ദ്വാരക്കാൻ പറഞ്ഞു. എല്ലാം ഉഷാറായി പഠിക്കും, പക്ഷേ എക്സാമിന് പോകുമ്പോൾ എഴുതുന്ന സമയത്ത് കൈ ഇങ്ങനെ വിറക്കുകയാണ്. മനസ്സിലുണ്ട് ഉത്തരം, പക്ഷെ അതൊന്നും എഴുതി പിടിപ്പിക്കാൻ പറ്റുന്നില്ല ഉസ്താദ്, ഭയങ്കര പ്രയാസമാണ്. കാരണം ഓരോരോ ഹാലുകളാണ്, ഓരോരോ അവസ്ഥകളാണ് ഓരോ ആളുകൾക്കും അള്ളാഹു കൊടുക്കുന്നത്. അള്ളാഹു നമ്മുടെ എല്ലാവരുടെയും മക്കൾക്ക്, പ്രത്യേകിച്ച് ഇപ്പോൾ പറയപ്പെട്ട MBBS പഠിക്കുന്ന കുട്ടി ഉൾപ്പെടെ എല്ലാവർക്കും അള്ളാഹു തആല ഉന്നതമായ വിജയം ഭാവിയിൽ, ദുന്യാവിൽ, ആഖിറത്തിൽ കൊടുത്തനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. അപ്പോൾ നമ്മുടെ മക്കളുമായി ബന്ധപ്പെട്ട കാര്യം, നമ്മുടെ വീടുമായി ബന്ധപ്പെട്ട കാര്യം, അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾ നിലനിന്ന് കിട്ടാൻ ഈ ഒരു ദിവസം മുതൽ, ഇത് അയ്യാമുത്ത് തശ്രീഖിൻ്റെ അവസാനത്തെ ദിവസമാണ്. ഇന്ന് ദുൽഹിജ്ജ 13 ഇന്ന് അയ്യാമുത്ത് തശ്രീഖിൻ്റെ അവസാനത്തെ ദിവസമാണ്. ഈ ദിവസം മുതൽ ഇൻഷാ അല്ലാഹ് ഇനി എല്ലാ ദിവസവും നമ്മൾ നമ്മുടെ നമസ്കാരങ്ങൾക്ക് ശേഷം പതിവാക്കേണ്ട ഒരു ദുആ എൻ്റെ ഉപ്പമാർക്ക് പറഞ്ഞു തരാൻ പോവുകയാണ്. ഇൻഷാ അല്ലാഹ് ഈ ദുആ നിങ്ങളെല്ലാവരും മുറുകെ പിടിക്കണം. ഇത് എഴുതിയെടുത്തോ, സ്ക്രീൻഷോട്ട് എടുത്തോ, പെട്ടെന്ന് കാണാതെയെങ്കിലും പഠിച്ച് ഇത് ഇൻഷാ അല്ലാഹ് നമ്മുടെ എല്ലാവരുടെയും ഫർദ് നിസ്കാരങ്ങൾക്ക് ശേഷമുള്ള ദുആകളിൽ ഈ ദുആ കൂടി നമ്മൾ ആഡ് ചെയ്യണം, നമ്മൾ ഉൾപ്പെടുത്തണം. എങ്കിൽ വലിയ പ്രതിഫലം അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് നമുക്ക് കിട്ടും. മാത്രമല്ല നമ്മുടെ മക്കളുടെ കാര്യങ്ങളൊക്കെ റാഹത്താവും, നമ്മുടെ പേരക്കുട്ടികളുടെ കാര്യങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ ജോലി സംബന്ധമായ, വീട് സംബന്ധമായ, അള്ളാഹു നമുക്ക് എന്തെല്ലാം അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ടോ അതിലൊക്കെ വലിയ ബറക്കത്ത് കിട്ടാൻ ഈ ദുആ കാരണമാണ്. ഏതാണ് ആ ദുആ? പല ആളുകൾക്കും അറിയാമെങ്കിലും ഒന്നുകൂടി ഉണർത്തുകയാണ്. اللهم اجعل نعمتنا دائما ودولتنا قائما وأولادنا صالحين عالمين حافظين نافعين في الدين والدنيا والآخرة يا أرحم الراحمين. ഇത് വലിയ ദുആയാണല്ലോ ഉസ്താദെ. അല്പം വലുതാണ്, പക്ഷെ നമ്മളിത് സ്ഥിരമായി നമ്മൾ പറയുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് ഇത് വേഗത്തിൽ മനഃപ്പാഠമാവും. ഞാൻ തന്നെ ഇത് എനിക്കൊരു ഉസ്താദ് പറഞ്ഞു തന്നതാണ്. ആ ഉസ്താദ് പറഞ്ഞു തന്നപ്പോൾ ഞാൻ ഒരുപാട് ഇത് എങ്ങനെ പഠിച്ചെടുക്കും, ഇത് എന്ത് വലിയ ദുആയാണ് എന്ന് ആ സമയത്ത് ചിന്തിച്ചു. 2 ദിവസം കൊണ്ട് ആ ചിന്ത മാറി. കാരണം പെട്ടെന്ന് പഠിക്കാൻ പറ്റിയ ഒരു ദിക്റാണ്, ഈ ഒരു ദുആയാണ് ഇത്. ഒന്നുകൂടി പറയാം. അല്ലാഹുമ്മ ജഅൽ നിഅമതനാ ദായിമാ വദൗലതനാ ഖായിമാ വഔലാദനാ സ്വാലിഹീന ആലിമീന ഹാഫിളീന നാഫിഈന ഫിദ്ദീനി വദ്ദുനിയാ വൽ ആഖിറ. നിങ്ങൾക്ക് ആ എഴുത്ത് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കും. ആ ദുആ സ്ക്രീനിൽ കാണാം. ആ ദുആ ഒന്നുകൂടി നമ്മൾ ഇപ്പം തന്നെ അത് 2-3 പ്രാവശ്യം പറഞ്ഞത് മനഃപ്പാഠമാക്കാൻ ശ്രമിക്കുക. അല്ലാഹുമ്മ ജഅൽ നിഅമതനാ ദായിമാ വദൗലതനാ ഖായിമാ വഔലാദനാ സ്വാലിഹീന ആലിമീന ഹാഫിളീന നാഫിഈന ഫിദ്ദീനി വദ്ദുനിയാ വൽ ആഖിറ.
എന്താ അതിൻ്റെ അർത്ഥം? അല്ലാഹുവേ ഇജ്അൽ നിഅമതനാ ദായിമാ, ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾ നീ നിലനിർത്തി തരണേ അല്ലാ. ഒരുപാട് നിഅമത്ത് അല്ലാഹു നമുക്ക് നൽകിയിട്ടുണ്ട്, അതൊക്കെ നിലനിന്ന് കിട്ടണം. ഇന്ന് നമുക്ക് സ്വന്തമായിട്ടൊരു വീടുണ്ട്, നാളെ നോക്കുമ്പോൾ ആ വീട് ആരെങ്കിലും അതല്ലെങ്കിലും എന്തെങ്കിലും നഷ്ടങ്ങൾ സംഭവിച്ചു, അല്ലെങ്കിൽ അത് ആരെങ്കിലും അപഹരിച്ചെടുത്തു, അങ്ങനെയല്ലല്ലോ. നമുക്ക് കിട്ടിയിട്ടുള്ള വീടും നമ്മുടെ സന്താനങ്ങൾ, നമ്മുടെ മറ്റ് സുഖ സൗകര്യങ്ങൾ, അതൊക്കെ നിലനിന്ന് കിട്ടണം. അല്ലാഹുമ്മ ജഅൽ നിഅമതനാ ദായിമാ, അല്ലാഹുവേ ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള നിഅമത്തുകൾ നീ അല്ലാഹുവേ പടച്ചവൻ അത് നിലനിർത്തി തരണേ അല്ലാ. വദൗലതനാ ഖായിമാ, അല്ലാഹുവേ ഞങ്ങളുടെ ജീവിത വിഭവങ്ങൾ എന്തെല്ലാമുണ്ടോ അത് നീ നിലനിർത്തി തരണേ അല്ലാ, അതിൽ ബറക്കത്ത് നൽകണേ അല്ലാ. ജീവിത വിഭവം അത് നമ്മുടെ സന്താനങ്ങളാവാം, അതുപോലെ തന്നെ നമ്മുടെ ജോലിയാവാം, മറ്റ് കച്ചവട സ്ഥാപനങ്ങളാവാം, നമ്മുടെ തൊഴിൽ, നമ്മുടെ ശമ്പളം, അതുപോലുള്ള കാര്യങ്ങളൊക്കെ. ഇപ്പോൾ ചില ആളുകൾ കൃഷി നടത്തുന്നുണ്ടാകും, കൃഷിയാവട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും കന്നുകാലികളെയൊക്കെ വളർത്തുന്നുണ്ടാകും, അതായിക്കോട്ടെ. അപ്പോൾ അതൊക്കെ നിലനിർത്തി തരണേ അല്ലാ. വഔലാദനാ സ്വാലിഹീന ആലിമീന ഹാഫിളീന നാഫിഈന ഫിദ്ദീനി വദ്ദുനിയാ വൽ ആഖിറ, അല്ലാഹുവേ ഞങ്ങളുടെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ, ആലിമീങ്ങളാക്കണേ അല്ലാ, ഹാഫിളീങ്ങളാക്കണേ അല്ലാ. അല്ലാഹുവേ ഇരുലോകത്തും ഞങ്ങൾക്ക് ഉപകാരപ്പെടുന്ന നല്ല സൽസന്താനങ്ങളാക്കി ദീനിലും ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങളുടെ മക്കളെ നീ നല്ല മക്കളാക്കി മാറ്റണേ അല്ലാ എന്നാണ് ദുആഇന്റെ അർത്ഥം. അല്ലാഹുമ്മ ജഅൽ നിഅമതനാ ദായിമാ വദൗലതനാ ഖായിമാ വഔലാദനാ സ്വാലിഹീന ആലിമീന ഹാഫിളീന നാഫിഈന ഫിദ്ദീനി വദ്ദുനിയാ വൽ ആഖിറ. അപ്പോൾ ഇപ്പോൾ തന്നെ ദുആ പഠിച്ചെടുക്കണേ. പിന്നെ അറിയാവുന്ന ദിക്റുകളുണ്ടല്ലോ, നമ്മൾ എല്ലാ ദിവസവും മിക്കപ്പോഴും വൈകുന്നേരം ആ ഒരു ദിക്റുകൾ പറയാറുണ്ട്. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. അതുപോലെ തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹീ വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ആ ഒരു ദിക്ർ. പിന്നെ മറ്റൊരു വലിയ ശ്രേഷ്ഠതയുള്ള ഒരു ദിക്റാണ് യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം. അള്ളാഹുവിൻ്റെ ഇസ്മുൽ ആളം ഏറ്റവും ഉന്നതമായ പേരാണെന്ന് ഈ പേരിനെ പറ്റി, ഈ ഇസ്മിനെ പറ്റി പറയുന്നുണ്ട്. ഏതെങ്കിലും ഒരു മനുഷ്യൻ ഇസ്മുൽ ആളം പറഞ്ഞിട്ട് ദുആ ചെയ്താൽ ആ ദുആ അള്ളാഹു സ്വീകരിക്കുമെന്നാണ്. അള്ളാഹുവിൻ്റെ 99 പേരുകളിൽ പെട്ട ഒരു പേരാണ് യാ ഹയ്യു യാ ഖയ്യൂം. രണ്ട് പേര് അത് ഒന്നിച്ച് പറയുന്നു, യാ ഹയ്യു യാ ഖയ്യൂം. ഈ ഒരു പേര്, ഈ ഒരു അള്ളാഹുവിൻ്റെ ഇസ്മുകൾ ഇതിങ്ങനെ ആവർത്തിച്ച് പറഞ്ഞിട്ട് ദുആ ചെയ്താൽ നമ്മുടെ ദുആനെ അള്ളാഹു സ്വീകരിക്കും. അതുകൊണ്ട് ഈ പറയപ്പെട്ട ദിക്റുകൾ, നമുക്കറിയാവുന്ന ദിക്റുകൾ, സ്വലാത്തുകൾ അധികരിപ്പിക്കേണ്ട ദിവസമാണ്. പിന്നെ ഇന്ന് പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിൻ്റെ 2ാമത്തെ തിങ്കളാഴ്ച രാവാണ്. നാളെ തിങ്കളാഴ്ച, നാളെ 2ാമത്തെ തിങ്കളാഴ്ചയാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നാളെ നമുക്കെല്ലാവർക്കും സുന്നത്തായി നോമ്പ് പിടിക്കൽ പ്രത്യേകം ഹൈറാൻ. അപ്പോൾ നാളെ സുന്നത്ത് നോമ്പ് പിടിക്കുമ്പോൾ നമുക്ക് 3 നിയ്യത്ത് വെക്കാം. 3 നിയ്യത്ത്. ഒന്നാമത്തേത് തിങ്കളാഴ്ച ദിവസത്തിൻ്റെ സുന്നത്തായ നോമ്പ് അല്ലാഹു തആലാക്ക് വേണ്ടി പിടിക്കുന്നു. അതൊന്നാമത്തെ നിയ്യത്ത്. തിങ്കളാഴ്ച ദിവസത്തിലെ സുന്നത്തായ നോമ്പ് അല്ലാഹു തആലാക്ക് വേണ്ടി പിടിക്കുന്നു. പിന്നെ റമദാനിൽ ഖളാ ആയി പോയിട്ടുള്ള നോമ്പ്, അത് നമ്മൾ മനുഷ്യരാണ്. നമുക്ക് പ്രായപൂർത്തിയായതിന് ശേഷം റമദാനിലെ ഒരൊറ്റ നോമ്പ് പോലും ഖളാ ആക്കിയിട്ടില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം 15 വയസ്സ് അല്ലെങ്കിൽ 14 വയസ്സിലാണ് നമ്മൾ പ്രായപൂർത്തിയാകുന്നത്. പിന്നെ 16 വയസ്സ്, 17 വയസ്സ്, 18 വയസ്സ്, ആ ഒരു പ്രായത്തിലെന്നൊക്കെ പറഞ്ഞാൽ പലപ്പോഴും നമ്മൾ റമദാനിൽ നോമ്പ് ഉപേക്ഷിച്ചിട്ടുണ്ടാകും. ചിലപ്പോൾ സ്കൂളുകളിലൊക്കെ പോകുമ്പോൾ നമ്മൾ ഒളിച്ചും പാത്തും ഒക്കെ ചിലപ്പോൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ വെള്ളം കുടിച്ചിട്ടുണ്ടാവാം. ചെറുപ്രായമാണ്. മാത്രമല്ല ഇനി വലിയ പ്രായമാണെങ്കിൽ പോലും നമുക്ക് എന്തെങ്കിലും രോഗങ്ങൾ കൊണ്ട് ചിലപ്പോൾ നോമ്പ് പിടിക്കാൻ പറ്റാതെ വന്നേക്കാം. പ്രത്യേകിച്ച് ഉമ്മമാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നോമ്പ് നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം. അപ്പം റമദാനിൽ നഷ്ടപ്പെട്ടു പോയ നോമ്പും ഇതിൻ്റെ കൂടെ ഞാൻ പിടിച്ചു വീട്ടുന്നു. ഇത് 2ാമത്തെ നിയ്യത്ത്. 3ാമത്തെ നിയ്യത്ത് അയ്യാമുൽ ബീദിൻ്റെ സുന്നത്തായ നോമ്പ് ഞാൻ ഇതിൻ്റെ കൂടി പിടിച്ചു വീടുന്നു. 3ാമത്തെ നിയ്യത്ത് അതാണ്. അപ്പോൾ ചോദിക്കും ഉസ്താദ്, എന്താണ് ഈ അയ്യാമുൽ ബീദ്? ഞങ്ങൾ ആദ്യമായിട്ട് കേൾക്കുകയാണല്ലോ. വേറെ ഒന്നുമില്ല, ഇത് നമ്മൾ കേട്ടിട്ടുള്ളതാണ്. വെളുത്ത വാവിലെ സുന്നത്തായ നോമ്പ്. ഒരു മാസം, അറബി മാസം 13, 14, 15 ഈ ദിവസങ്ങളിൽ നോമ്പ് പിടിക്കൽ പ്രത്യേകം സുന്നത്താണ്.
അറബി മാസം 13, 14, 15. അയ്യാമുൽ ബീദ് വെളുത്ത വാവ് എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ ഇങ്ങനെ നല്ല പ്രകാശത്തിൽ വട്ടത്തിൽ ഇങ്ങനെ ഉദിച്ചു നിൽക്കുന്ന പ്രധാനപ്പെട്ട 3 ദിവസം 13, 14, 15. അതായത് ഒരു മാസത്തിൻ്റെ മധ്യഭാഗം. ആ മധ്യഭാഗത്തിൽ നോമ്പ് പിടിക്കൽ പ്രത്യേകം സുന്നത്താണ്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ നോമ്പിനെ പറ്റി പറയും. അതായത് അയ്യാമുൽ ബീദിൻ്റെ നോമ്പ്, അതായത് വെളുത്ത വാവിലെ ഒരു മാസത്തിൽ, അറബി മാസത്തിലെ 13, 14, 15 ഈ 3 ദിവസം നോമ്പ് പിടിക്കുന്ന ഒരു മനുഷ്യന് കിട്ടുന്ന പ്രതിഫലം സിയാമുദ്ദഹർ, അവൻ കാലം മുഴുവനും വർഷം മുഴുവനും നോമ്പ് പിടിച്ചവനെ പോലെയാണെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുന്ന ഒരു ഹദീസിൽ കാണാം, മഹാനവറുകൾ പറയുന്നു, ഔസാനി ഖലീലി, എൻ്റെ ഖലീലായ എൻ്റെ കൂട്ടുകാരനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നോട് വസിയത്ത് നൽകി. വസിയത്ത് എന്ന് പറഞ്ഞാൽ പിന്നെ അത് പാലിക്കണമല്ലോ. എന്താ നബി തങ്ങൾ വസിയത്ത് നൽകിയത്? ഓ അബൂ ഹുറൈറ, അയ്യാമുൽ ബീദിൻ്റെ നോമ്പ് നീ പിടിച്ചേക്കണേ. അയ്യാമുൽ ബീദ് ഒരു മാസത്തിലെ 13, 14, 15 ദിവസങ്ങളിലെ നോമ്പ് നീ പിടിച്ചേക്കണേ. കാരണം ആ നോമ്പ് പിടിച്ചാൽ കാലം മുഴുവനും നോമ്പ് പിടിച്ച പ്രതിഫലമുണ്ട്. മാത്രമല്ല എല്ലാവിധത്തുള്ള ആപത്തുകളെ തൊട്ടും വലിയ കാവലാണ് ആ നോമ്പുകൾ. പ്രയാസങ്ങൾ ജീവിതത്തിൽ നിന്നും മാറാൻ ആ നോമ്പുകൾ സഹായിക്കും. അല്ലാഹു തആല ഇഷ്ടപ്പെടുന്ന ആളുകൾ നമുക്ക് ഉൾപ്പെടാൻ സാധിക്കും. നമ്മുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു നൽകുന്നതാണ്. ഹൃദയത്തിൽ അല്ലാഹു നന്മകൾ നൽകുന്നതാണ്. തുടങ്ങി 7ഓളം പ്രതിഫലങ്ങൾ ഇവിടെ പറയുന്നു. അതല്ലാത്ത ഒരുപാട് പ്രതിഫലങ്ങളുണ്ട്. 7ഓളം പ്രതിഫലങ്ങൾ അല്ലാഹു തആല നമുക്ക് നൽകുന്നതാണ്. അതുകൊണ്ട് ഈ നോമ്പിനെ മുറുകെ പിടിക്കണേ. എന്നിട്ട് അബൂ ഹുറൈറ തങ്ങൾ പറയുന്നു, എനിക്ക് ഓർമ്മ വെച്ച കാലം മുഴുവനും ഞാൻ ഈ നോമ്പ് ഉപേക്ഷിച്ചിട്ടില്ല, ഞാൻ പിടിച്ചിട്ടുണ്ട് എന്ന് മഹാനവറുകൾ പറയുകയാണ്. അപ്പോൾ നമുക്ക് 3 നിയ്യത്ത് വെക്കാം. ഒന്നാമത്തേത് തിങ്കളാഴ്ച ദിവസത്തിലെ സുന്നത്തായ നോമ്പ്, റമദാനിൽ ഖളാ ആയി പോയിട്ടുള്ള ഒരു നോമ്പ് ഖളാ വീട്ടുന്നു. മൂന്നാമത്തേത് അയ്യാമുൽ ബീദിൻ്റെ വെളുത്ത വാവിൻ്റെ സുന്നത്തായിട്ടുള്ള ഒരു നോമ്പും ഇതിൻ്റെ കൂടെ പിടിച്ചു വീടുന്നു. നാളെ ദുൽഹിജ്ജ 14 ആണ്. നാളെ തിങ്കളാഴ്ച ദുൽഹിജ്ജ 14 ഈ ഒരു മാസം 13, 14, 15 ഈ ദിവസങ്ങളിലാണ് നോമ്പ് പിടിക്കേണ്ടത്. അപ്പോൾ ഇന്ന് 13, നാളെ 14, ചൊവ്വാഴ്ച 15. ഇന്ന് അങ്ങനെയാണെങ്കിൽ അയ്യാമുൽ ബീദ് 13, 14, 15 അല്ലേ? അപ്പോൾ ഇന്ന് ഈ മാസം ദുൽഹിജ്ജ മാസം 13 അല്ല. അപ്പോൾ ഇന്ന് നോമ്പ് പിടിക്കാൻ പറ്റുമല്ലോ? പറ്റൂല, ഇന്ന് പറ്റൂല. അതായത് ഈ പെരുന്നാളല്ലാത്ത ദിവസം 13, 14, 15 ദിവസങ്ങളിലാണ് സുന്നത്ത് നോമ്പ് പിടിക്കേണ്ടത്. ഇന്ന് ഏതെങ്കിലും ഒരു മനുഷ്യൻ നോമ്പ് പിടിച്ചിട്ടുണ്ടെങ്കിൽ അവൻ ഹറാമ് ചെയ്തവനാണ്. അല്ലാഹു കാക്കുമാറാവട്ടെ. ഇന്ന് സുന്നത്ത് നോമ്പൊന്നും നമുക്ക് പിടിക്കാൻ പറ്റൂല. ഇന്ന് നോമ്പില്ല. നാളെ ദുൽഹിജ്ജ 14 അയ്യാമുൽ ബീദിൻ്റെ ഒരു ദിവസമാണ്. നാളെ 2ാമത്തെ തിങ്കളാഴ്ചയാണ്. നാളെ പിടിക്കാം. അപ്പോൾ 3ാമത്തെ നിയ്യത്ത് എന്താണ്? അയ്യാമുൽ ബീദിൻ്റെ സുന്നത്തായ നോമ്പ് ഞാൻ പിടിക്കുന്നു. ചൊവ്വാഴ്ച അയ്യാമുൽ ബീദിൻ്റെ 15ാമത്തെ ദിവസമാണ്. ചൊവ്വാഴ്ച നമുക്ക് ആ ഒരു നിയ്യത്തിൽ നോമ്പ് പിടിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ 3 നിയ്യത്താണ് വെക്കേണ്ടത്. മാത്രമല്ല 5, നമ്മളത് ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു, 5 ദിവസങ്ങളിൽ നമുക്ക് നോമ്പ് പിടിക്കൽ ഹറാമാണ്. 1 ചെറിയ പെരുന്നാൾ ദിവസം, 2 വലിയ പെരുന്നാൾ ദിവസം, 3 അയ്യാമു തശ്രീഖിൻ്റെ അതായത് ദുൽഹിജ്ജ 11, 12, 13 ദിവസങ്ങളിൽ നോമ്പ് പിടിക്കാൻ പാടില്ല. അപ്പോൾ ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ദുആ നമ്മൾ ഈ ഒരു വീഡിയോയിൽ പഠിച്ചിട്ടുണ്ട്. ആ ദുആ നമ്മൾ മനഃപ്പാഠമാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഇന്ന് ചെയ്യുന്ന അമൽ, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചെയ്തിട്ടുള്ള അമൽ, നാളെ നമ്മൾ ചെയ്യുന്ന അമലുകൾ, ഇനി ഏതെല്ലാം വർഷം നമ്മൾ ജീവിക്കുന്നോ, ദിവസം നമ്മൾ ജീവിക്കുന്നോ, ആ ദിവസങ്ങളിലൊക്കെ നമ്മൾ ചെയ്യുന്ന എല്ലാ നന്മകളും അതിൻ്റെ പോരായ്മകൾ പരിഹരിച്ച് അല്ലാഹു തആല കബൂലാക്കുമാറാവട്ടെ. ആമീൻ. അൽഹംദുലില്ലാഹ്, ന്യൂസിലാൻഡ് ഇസ്ലാമിക് ചാനൽ നിങ്ങൾക്ക് എത്തിക്കുന്ന ഇത്തരം വ്യത്യസ്തമായ വീഡിയോകൾ കാണുകയും ഇതിൽ പറയപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ അമൽ ചെയ്യുകയും ചെയ്യാൻ മറക്കണ്ട. അതുപോലെ തന്നെ ഇത്തരം വ്യത്യസ്തമായ വീഡിയോകൾ നമ്മുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കാൻ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും നമ്മളോട് ബന്ധപ്പെട്ട എല്ലാവർക്കും ദുനിയാവിലും ആഖിറത്തിലും എല്ലാവിധ ഖൈറും സലാമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മൾ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുമ്പോൾ അവരും ഇത് കണ്ട് അവരും ഇതിൽ പറയപ്പെടുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ അമൽ ചെയ്താൽ അൽഹംദുലില്ലാഹ് പറഞ്ഞ
നമുക്കും അതുപോലെ എത്തിച്ചു കൊടുത്ത നിങ്ങൾക്കും വലിയ ശ്രേഷ്ഠതയാണ് ദുനിയാവിലും ആഖിറത്തിലും കിട്ടുന്നത്. അല്ലാഹു തആല നമുക്കും നമ്മളോട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവർ, പ്രത്യേകിച്ച് നമ്മുടെ വീഡിയോകൾക്ക് താഴെ കമൻറ്റ് രേഖപ്പെടുത്തുന്നവർ, അല്ലാതെ ഫോണിൽ വിളിച്ച് ദുആരക്കാൻ പറയുന്നവർ, ആരെല്ലാം നമ്മളെ സ്നേഹിക്കുന്നുണ്ടോ, നാം ആരെ സ്നേഹിക്കുന്നുണ്ടോ എല്ലാവരെയും അല്ലാഹു തആല ഖൈറിൻ്റെ അഹ്ലുകാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ അല്ലാഹു ഹാസിലാക്കുമാറാവട്ടെ. നമ്മുടെ ഹാജിമാർ അവർ നാടുകളിലേക്ക് മടങ്ങാൻ ഒരുങ്ങുകയാണ്. അവരുടെ ഹജ്ജും ഉംറയും സിയാറത്തെല്ലാം മഖബൂലും മബ്റൂറുമായി അല്ലാഹു ഖബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. മരണപ്പെട്ടു പോയവർക്ക് അല്ലാഹു മഗ്ഫിറത്ത് നൽകട്ടെ. ആമീൻ. നമ്മുടെ വീഡിയോയുടെ എൻഡ് സ്ക്രീനായി പരിചയപ്പെടുത്തുന്ന അടുത്ത വീഡിയോ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നമ്മളെപ്പോഴും ദുആ ചെയ്യുന്ന ഒരു ദുആയാണ്, അല്ലാഹുവേ ദാരിദ്ര്യത്തെ തൊട്ട് കാക്കണേ എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എപ്പോഴും ദുആ ചെയ്യുമായിരുന്നു. ദാരിദ്ര്യം നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന, നമ്മൾ അറിഞ്ഞും അറിയാതെ നമ്മുടെ ജീവിതത്തിൽ വരുന്ന 60 കാര്യങ്ങളുണ്ട്. 60 കാര്യങ്ങൾ ചെയ്താൽ നമ്മുടെ ജീവിതത്തിൽ ദാരിദ്ര്യം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ആ 60 കാര്യങ്ങൾ ഏതൊക്കെയാണ്? വിശദമായിട്ടുള്ള വീഡിയോ കാണാൻ ഈ കാണുന്ന ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഈ 60 കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കിയാൽ ദാരിദ്ര്യമേ നമ്മുടെ വീട്ടിൽ ഉണ്ടാവില്ല. ഏതൊക്കെയാണ് 60 കാര്യങ്ങൾ? വിശദമായി ആ വീഡിയോയിൽ നമുക്ക് കാണാം. അല്ലാഹു അനുഗ്രഹിക്കട്ടെ.